ഹായ് മക്കളെ, നിങ്ങളുടെ ലച്ചുമസാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ വൺ ഷോട്ട് സീരീസ് ആണ് കേട്ടോ. അതായത് ഈ ഒറ്റ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ചാപ്റ്ററിനെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസും സം ഇമ്പോർട്ടൻറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സും ആണ് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്സ്. അതിന്റെ കൂടെ എക്സ്ട്രാ ചെറിയൊരു കുഞ്ഞു ടോപ്പിക് പഠിക്കാനുള്ളത് മെഡിസിൻസ് ആണ്. ഏതാണ്? മരുന്നുകൾ അല്ലെങ്കിൽ ഔഷധങ്ങൾ എന്ന് പറയുന്ന ഒരു പാർട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, അതായത് വിവിധ തരം രാസപ്രവർത്തനങ്ങൾ. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഏതിലാണ് നടക്കുന്നത്? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിൽ, പൂരിത ഹൈഡ്രോകാർബൺസിൽ മാത്രമേ നടക്കുള്ളൂ. അതായത് കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് വരുന്ന ആൽക്കേനുകളിലാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മീത്തേൻ എടുക്കുകയാണെങ്കിൽ മീത്തേൻ CH4 ആണ്. ഈ മീത്തേൻ്റെ കേസിൽ ഞാൻ ക്ലോറിനെ ആഡ് ചെയ്യാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, സൂര്യപ്രകാശത്തിൻ്റെ പ്രസൻസിൽ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. അവിടെ ഏത് റിയാക്ഷൻ ആണ് നടക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അത് എന്തുകൊണ്ടാണ്? കാരണം കാർബണിന് ചുറ്റുമുള്ളത് ഏകബന്ധനമാണ്, ഹൈഡ്രജൻ ആയിട്ടുള്ളത് സിംഗിൾ ബോണ്ട് അല്ലേ. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിൽ, പൂരിത ഹൈഡ്രോകാർബൺസിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിലുള്ള ഒരു ക്ലോറിൻ ആറ്റം ഒരു ഹൈഡ്രജൻ ആറ്റവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് ഒരു ഹൈഡ്രജന്റെ സ്ഥാനത്ത്, ഇവിടെയൊക്കെ നമുക്ക് ഹൈഡ്രജൻ ഉണ്ട്. ഇനി ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈഡ്രജന്റെ സ്ഥാനത്ത് ക്ലോറിൻ വന്നിരിക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന ഒരു ക്ലോറിന്റെ കൂടെ ഹൈഡ്രജൻ പോയി നിൽക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരാൾ ഇങ്ങോട്ടേക്കും ഇവിടെ ഒരാൾ അങ്ങോട്ടേക്കും പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഇവിടെ നോക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? സൺലൈറ്റിന്റെ സഹായം വേണം. അതേപോലെ CH4 നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എത്ര സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്താം നമുക്ക്? നോക്കുക, 4 ഹൈഡ്രജൻ ഉണ്ട്. ഈ 4 ഹൈഡ്രജനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ ക്ലോറിൻ ഉപയോഗിച്ചിട്ട്? ക്ലോറിനെ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇതിലുള്ള 4 ഹൈഡ്രജനെയും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് 4 സ്റ്റെപ്പുകൾ ഉണ്ടാവും കേട്ടോ. 4 സ്റ്റെപ്പുകൾ ഉണ്ടാവും. ആ 4 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് CH3Clലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രൊഡക്റ്റ് കിട്ടുന്നു? അപ്പോൾ ഒരു ഹൈഡ്രജന്റെ സ്ഥാനത്ത് ഒരു ഹൈഡ്രജൻ ഇവിടെ കുറഞ്ഞിട്ട് H2 ആയിട്ട് മാറുന്നു. ഇവിടെ ഒരു ക്ലോറിൻ ആഡ് ചെയ്തിട്ട് Cl2 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് HCl എന്ന് പറയുന്ന പ്രൊഡക്റ്റും ഉണ്ടാവും കേട്ടോ. ഇവിടെ ക്ലോറിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ നമുക്ക് ബ്രോമിൻ ആഡ് ചെയ്യാം, ഫ്ലൂറിൻ ആഡ് ചെയ്യാം. ഇറ്റ് ഡിപ്പെൻസ്, ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷെ ഇവിടെയൊക്കെ എന്തുണ്ട്? സൺലൈറ്റിന്റെ എന്തിന്റെ സഹായമുണ്ട്? സൺലൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ചോദിച്ചൊരു ചോദ്യമാണിത്. എന്താണ്? നമ്മുടെ ഈത്തേനിൽ C2H6 എന്ന് പറയുന്ന ഈത്തേനിനെ നമ്മൾ ക്ലോറിനുമായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം പ്രൊഡക്റ്റ് കിട്ടുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. കാരണം ഈത്തേൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സാച്ചുറേറ്റഡ് പൂരിത ഹൈഡ്രോകാർബൺ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുക, ഇതിലുള്ള ഒരു ഹൈഡ്രജന്റെ സ്ഥാനത്ത് C2H5 എന്നായിട്ട് മാറുന്നു. ഒരു ഹൈഡ്രജന്റെ സ്ഥാനത്ത് ഒരു ക്ലോറിൻ വന്നു. പ്ലസ് നമ്മൾ എന്തും എഴുതണം? HCl നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം. ഇനി നിങ്ങളോടുള്ള ചോദ്യം, നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ CH4 4 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 4 സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിയാക്ഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇനിയും ക്ലോറിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ എത്ര സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇവിടെ നടക്കാം? H6 6 സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പോസിബിൾ ആണ് കേട്ടോ. അതൊന്ന് സ്വന്തമായിട്ടൊന്ന് സ്റ്റെപ്പ് ആയിട്ടൊന്ന് എഴുതി നോക്കാം. ഓക്കെ, ഫസ്റ്റ് റിയാക്ഷൻ കഴിഞ്ഞു. സെക്കൻഡ് റിയാക്ഷൻ ആണ് അഡിഷൻ റിയാക്ഷൻ. അഡിഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആയിരിക്കണം, അപൂരിത ഹൈഡ്രോകാർബൺ ആയിരിക്കണം. ഈ തന്ന 3 എക്സാമ്പിളിൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ അഥവാ അപൂരിത ഹൈഡ്രോകാർബൺസ് ഏതൊക്കെയാണ്? ഡബിൾ ബോണ്ട് ഉള്ളതും ട്രിപ്പിൾ ബോണ്ട് ഉള്ളതുമാണ് അല്ലേ. അത് ഏത് വേണമെങ്കിലും ആവാം, 2, 4, 10 എത്ര കാർബൺ ആറ്റം ആയാലും കുഴപ്പമില്ല. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് മാത്രമേ നടക്കുള്ളൂ? അഡിഷൻ റിയാക്ഷൻ മാത്രമേ നടക്കുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, CH2 ഡബിൾ ബോണ്ട് CH2, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് എഴുതാം അല്ലേ. ഇതിലേക്ക് ഞാൻ ഹൈഡ്രജൻ ആഡ് ചെയ്യാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ദ കാറ്റലിസ്റ്റ് നിക്കൽ, ഇവിടെ Ni എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ആണ് കേട്ടോ. നിക്കൽ കാറ്റലിസ്റ്റിന്റെ സഹായത്തോടു കൂടി അവിടെ എന്താണ് ചെയ്യുന്നത്? ഇതിലുള്ള ഒരു ഹൈഡ്രജൻ ഈ കാർബണിലേക്കും ഇതിലുള്ള രണ്ടാമത്തെ ഹൈഡ്രജൻ ഇപ്പുറത്തെ കാർബൺ ആറ്റത്തിലേക്കും ആഡ് ചെയ്യുക ചെയ്യുന്നത്. ആഡ് ചെയ്യുന്നു.
അവിടെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് മാത്രമേ കിട്ടുന്നില്ലേ, രണ്ടാളും കൂടി ആഡ് ചെയ്തിട്ട് സിംഗിൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറും. നോക്കിക്കേ, ദാ ഇവിടെ ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ടിലെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ബോണ്ടിലേക്ക് ഹൈഡ്രജനും ഇപ്പുറത്തെ ബോണ്ടിലേക്ക് ഹൈഡ്രജനും വന്നു അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? CH3 സിംഗിൾ ബോണ്ട് CH3 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കുന്നു. നോക്കിക്കേ, ഇവിടെയുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും വന്നു, ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും വന്നു. ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾ പറഞ്ഞേ, ഈ തന്നിരിക്കുന്ന ട്രിപ്പിൾ ബോണ്ട് അടങ്ങിയ ഹൈഡ്രോ കാർബണിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണോ അഡിഷൻ റിയാക്ഷൻ ആണോ നടക്കുക? ട്രിപ്പിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ 100% അഡിഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? CH, അതിലേക്ക് ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്തു, CH2, ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയിട്ടാണ് ആദ്യം മാറുന്നത്. CH2 ഡബിൾ ബോണ്ട് CH2 അല്ലേ. ഇതിൽ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് വന്നു, ഇതിൽ രണ്ടാമത്തെ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് വന്നു, അതുകൊണ്ടാണ് CH2 ഡബിൾ ബോണ്ട് CH2 എന്നായത്. ഇതിലേക്ക് ഞാൻ ഇനിയും ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? CH3 സിംഗിൾ ബോണ്ട് CH3 എന്ന് കിട്ടും കേട്ടോ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ഈ തൈനിനെ ഈഥെയ്ൻ ആക്കിയിട്ട് നമുക്ക് എങ്ങനെ മാറ്റാം? യെസ്, രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ അല്ലേ, ടോട്ടൽ 2H2 മോളിക്യൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ തൈനിനെ ഈഥെയ്ൻ ആക്കി മാറ്റാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി മൂന്നാമത്തെ റിയാക്ഷൻ ആണ് കമ്പസ്റ്റൻ ഓഫ് ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനം. ഇവിടെ ഏതൊരു ഹൈഡ്രോ കാർബൺ കത്തുകയാണെങ്കിൽ, കമ്പസ്റ്റൻ നടക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഇറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആൻഡ് വാട്ടർ മോളിക്യൂൾ. നോക്കിക്കേ, CH4 ഞാൻ എടുക്കുകയാണെ, CH4നെ ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ ബോൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ മോളിക്യൂൾ ആണ്. CO2 എനിക്ക് കിട്ടുന്നു, വാട്ടർ മോളിക്യൂൾ എനിക്ക് കിട്ടുന്നു. ഇതിന്റെ കൂടെ ഹീറ്റ് എനർജി, താപവും ഉണ്ടാവും, അതുപോലെ തന്നെ പ്രകാശോർജവും ഉണ്ടാവും കേട്ടോ. ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി ഉണ്ടാവും. ഏതൊരു ഹൈഡ്രോ കാർബൺ, ഈ സ്ഥാനത്ത് എത്ര വലിയ ഹൈഡ്രോ കാർബൺ ആണെങ്കിലും ഓക്സിജന്റെ പ്രസൻസിൽ ബോൺ ചെയ്താൽ, കമ്പസ്റ്റൻ ജ്വലനം എന്ന് പറഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ബോൺ ചെയ്യാണ്. ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ കത്തുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തന്നെയാണ് ഉണ്ടാവുന്നത്. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ബാലൻസിങ് ആണ്. ഇവിടെ നോക്കുക, ഒരു കാർബൺ ആറ്റം, ഒരു കാർബൺ ആറ്റം, 4 ഹൈഡ്രജൻ ആറ്റം. ഇവിടെ എത്രയാണ്? 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ടോ? ഇല്ല, 2 ഹൈഡ്രജൻ ആറ്റേ ഉള്ളൂ അല്ലേ. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ 2 ഇട്ട് കൊടുക്കുന്നു. അപ്പൊ നോക്കുക, ഇവിടെ 2 ഓക്സിജൻ, അതേപോലെ ഇവിടെ 2 ഓക്സിജൻ, മൊത്തം 4 ഓക്സിജൻ. ഇവിടെ 4 ഓക്സിജൻ ആവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ മതി. നൗ ദ ഇക്വേഷൻ ഇറ്റ് ഇസ് ബാലൻസ്ഡ്. ഓക്കെ, സോ നമ്മളെ ഇക്വേഷൻ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് നമ്മൾ പഠിക്കണം. കാരണം എത്ര മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി, എത്ര മോളിക്യൂൾ ഓഫ് വാട്ടർ മോളിക്യൂൾ ഉണ്ടായി എന്നതിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് കേട്ടോ. 4 4 4 4 ഒരു കാർബൺ ആറ്റം. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യമാണ് ബ്യൂട്ടേൻ്റെ. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബ്യൂട്ടേനിൻ്റെ, നമ്മുടെ LPGൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന മെയിൻ കമ്പോണൻറ്റ് ബ്യൂട്ടേൻ ആണ്. C4H10. ബ്യൂട്ടേനിൻ്റെ കമ്പസ്റ്റൻ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുക? ബ്യൂട്ടേൻ. ബ്യൂട്ടേൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യെസ്, നമുക്കറിയാം, ഹൈഡ്രോ കാർബൺ ആണ്, ഹൈഡ്രജനും കാർബണും അടങ്ങിയ കോമ്പൗണ്ട് ആണ്. ബ്യൂട്ടേൻ്റെ കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ കത്തിക്കുകയാണ്, ബോൺ ചെയ്യാണ്. അങ്ങനെ ബോൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു, വാട്ടർ മോളിക്യൂൾ ഉണ്ടാവുന്നു, ലൈറ്റ് എനർജി ഉണ്ടാവുന്നു, ഹീറ്റ് എനർജിയും ഉണ്ടാവുന്നു. അത് ഞാൻ എഴുതി. ഇനി ബാലൻസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ബാലൻസ് ചെയ്ത് പഠിക്കുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 2C4. എവിടെ പോയപ്പാ? 2C4H10 പ്ലസ് 13O2 gives 8CO2 plus 10H2 എന്നാണ് ബാലൻസ്ഡ് ഇക്വേഷൻ വരുന്നത്. അതൊന്നും നിങ്ങൾ സ്വന്തമായിട്ട് ബാലൻസ് ചെയ്തിട്ട് ആൻസർ ഇങ്ങനെ വരുന്നില്ലേ എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ 3 റിയാക്ഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് തെർമൽ ക്രാക്കിങ്ങിലേക്കാണ്. തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ മോളിക്കുലർ മാസ് ഉള്ള ഒരു കോമ്പൗണ്ടിനെ ലോവർ മോളിക്കുലർ മാസ് ആക്കി നമ്മൾ മാറ്റുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിവിടെ പ്രൊപ്പേൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പ്രൊപ്പേൻ എന്ന് പറയുന്ന ഈ ഒരു ആൽക്കെയിനിനെ ഞാൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ഹീറ്റ് ചെയ്യണം. എയറിന്റെ പ്രസൻസ് ഇല്ല, എയറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് കമ്പസ്റ്റൻ ആയിട്ട് മാറി അല്ലേ. ഇവിടെ എയറിന്റെ പ്രസൻസ് ഇല്ലാതെ ഞാൻ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വലിയ മോളിക്യൂളിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ മോളിക്യൂളുകളാക്കി മാറ്റാൻ പറ്റും അല്ലേ. അതിൽ ഒന്ന് ആൽക്കെയിനും ഒന്ന് എന്താണ്? ആൽക്കീനുമാണ്. നോക്കിക്കേ, 3 കാർബൺ ആറ്റം ഉള്ളത്, ഇവിടെയും 3 കാർബൺ ആറ്റം തന്നെയാണ് ഉള്ളത് അല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും ഇത് പഠിക്കുമ്പോൾ ഏതൊക്കെയാണ് ആൽക്കീന്, ഏതൊക്കെയാണ് ആൽക്കെയിൻ എന്നുള്ളത് പഠിക്കണം. വേറൊരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ടെക്സ്റ്റ്
ടെക്സ്റ്റിൽ തന്ന എക്സാമ്പിൾ തന്നെയാണ്. ഇവിടെ 1, 2, 3, 4 ബ്യൂട്ടേനിനെ ഞാൻ എന്ത് ചെയ്യാണ്? തെർമൽ ക്രാക്കിംഗ്, താപീയ വിഘടനം ഞാൻ ചെയ്യാണ്. അപ്പൊ നോക്കുക, ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CH3 CH2 ആണ്. 1, 2, 3 ഇത്രയും ഭാഗം ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഒരു കാർബൺ ആറ്റം അടങ്ങിയതായത് കൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? CH4 മീഥേൻ എന്ന് എഴുതാം അല്ലെ? മീഥേൻ എഴുതിക്കൂടെ? അടുത്ത എക്സാമ്പിൾ നോക്കണേ. 1, 2, 3, 4 5 കാർബൺ ആറ്റം അടങ്ങിയ പ്രൊപ്പെയിൻ ആണ് തന്നത്. പ്രൊപ്പെയിനെ ഞാൻ ഹീറ്റ് ചെയ്യാണ്. തെർമൽ ക്രാക്കിംഗ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ഈത്തീൻ ആണ്. അതായത് 2 കാർബൺ ആറ്റം അടങ്ങിയ ഇത്രയും ആളുകളെ ഞാൻ ഇവിടെ എഴുതി. ബാക്കിയുള്ളത് എത്രയാണ്? CH3 CH2 CH3 CH3 CH2 CH3. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? എനിക്ക് പ്രൊപ്പെയിനിനെ കിട്ടി അല്ലെ? എനിക്ക് ആരെയാണ് കിട്ടിയത്? പ്രൊപ്പെയിനിനെയാണ് കിട്ടിയത്. കാരണം നോക്കുക, ഇത്രയും ആളുകളെ ഇവിടെയും ഇത്രയും ആളുകളെ ഇവിടെയുമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ ആ ട്രിക്ക് എങ്ങനെയാണെന്നുള്ളത്? തെർമൽ ക്രാക്കിംഗിൽ നമുക്ക് അത് മാത്രമേ ചോദിക്കത്തുള്ളൂ കേട്ടോ. ഇനിയുള്ളത് പോളിമറൈസേഷൻ ആണ്. പോളിമറൈസേഷൻ ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് 2 തരത്തിലുള്ള പോളിമറൈസേഷൻസ് പഠിക്കാനുണ്ട്. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ 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 മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് വലിയ മോളിക്യൂളായിട്ട് മാറുന്നു. ചെറിയ ചെറിയ തന്മാത്രകൾ കൂടിച്ചേർന്നിട്ട് വലിയ തന്മാത്രകളായിട്ട് മാറുകയാണ് അല്ലേ? അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് പോളി ഈത്തീൻ ആണ്. പോളിത്തീൻ എവിടേക്കൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പോളിത്തീൻ്റെ മോണോമർ എന്ന് പറയുന്നത് ഈത്തീൻ ആണ്. ഈത്തീനെ നമുക്ക് എങ്ങനെ എഴുതാം? CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് എഴുതാം. കുറേ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടി ചേർന്നിട്ടല്ലേ പോളിമർ ഉണ്ടാവുന്നത്. അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? NCH2 ഡബിൾ ബോണ്ട് CH2 എന്നാണ്. ഇതിനെ പോളിമറൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എങ്ങനെയാ പോളിമർ എഴുതേണ്ടത്? സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുന്നു, 2 ഭാഗത്തേക്കും ബോണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. CH2 ഡബിൾ ബോണ്ടിന് പകരം സിംഗിൾ ബോണ്ട് എന്ന് എഴുതുന്നു, CH2 എന്ന് എഴുതുന്നു അല്ലേ? കുറേ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളതുകൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റിന് താഴെ ഞാൻ N എന്ന് എഴുതുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കും പോളിത്തീനിന്റെ മോണോമർ ഏതാണ്? ഇറ്റ് ഈസ് ഈത്തീൻ ആണ്. ഈത്തീൻ മോളിക്യൂൾസ് കൂടി ചേർന്നിട്ടാണ് പോളിത്തീൻ ഉണ്ടാവുന്നത്. അതേപോലെ PVC പോളിവിനൈൽ ക്ലോറൈഡ് പൈപ്പുകൾ ഉണ്ടാക്കാനും പല സബ്സ്റ്റൻസുകൾ ഉണ്ടാക്കാനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ മോണോമർ എഴുതുന്നത്? ഇറ്റ് ഇസ് വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CHCl ആണ് വിനൈൽ ക്ലോറൈഡ് വരുന്നത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? NCH2 ഡബിൾ ബോണ്ട് CHCl എന്ന് എഴുതണം. ഇതിനെ പോളിമറൈസേഷൻ ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയർ ബ്രാക്കറ്റ് CH2 ഡബിൾ ബോണ്ടിന് പകരം സിംഗിൾ ബോണ്ട് എഴുതുന്നു, CHCl എന്ന് എഴുതുന്നു. താഴെ N ഇട്ടാൽ മാത്രമേ അത് പോളിമർ ആണെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് പറയാം വിനൈൽ ക്ലോറൈഡ് ആണ് എന്തായിട്ട് മാറുന്നത്? പോളിവിനൈൽ ക്ലോറൈഡ് ആയിട്ട് മാറുന്നത്. അടുത്ത എക്സാമ്പിൾ ടെഫ്ലോൺ ആണ്. നമ്മുടെ ഈ നോൺ സ്റ്റിക് പാത്രങ്ങളുടെ ഉള്ളിലുള്ള കോട്ടിങ്, ടെഫ്ലോൺ കോട്ടിങ്. ആ ടെഫ്ലോൺ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട മോണോമർ ഏതാണ്? ഇറ്റ് ഈസ് CF2 ഡബിൾ ബോണ്ട് CF2. CF2 ഡബിൾ ബോണ്ട് CF2നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെട്രാഫ്ലൂറോ ഈത്തീൻ എന്ന് പറയുന്നത്. എന്താണ്? ടെട്രാഫ്ലൂറോ ഈത്തീൻ. N മോളിക്യൂൾസ് ഓഫ് ടെട്രാഫ്ലൂറോ ഈത്തീൻ ഞാൻ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? എനിക്ക് ടെഫ്ലോൺ എന്ന് പറയുന്ന മോണോമർ കിട്ടുന്നത്. ടെഫ്ലോൺ എനിക്ക് എങ്ങനെ എഴുതാം? യെസ്, സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുന്നു, CF2 സിംഗിൾ ബോണ്ട് CF2. N എഴുതാൻ മറക്കരുത്. പോളിമറൈസേഷനിൽ N ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ മോണോമേഴ്സ് എല്ലാം നമ്മൾ ഒരേ മോണോമേഴ്സ് ഈ പറഞ്ഞ പോളിമേഴ്സിലെല്ലാം നമ്മൾ ഒരേ മോണോമേഴ്സ് അല്ലേടാ എടുത്തത്. സെയിം മോണോമർ. ഈത്തീൻസ് കമ്പൈൻ ചെയ്തിട്ട് പോളിത്തീൻ, വിനൈൽ ക്ലോറൈഡ് കമ്പൈൻ ചെയ്തിട്ട് പോളിവിനൈൽ ക്ലോറൈഡ്. ടെഫ്ലോണുകളിനകത്ത് എന്താണ്? ടെട്രാഫ്ലൂറോ ഈത്തീൻ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ടെഫ്ലോൺ കിട്ടുന്നു. അതിനൊക്കെ വരുന്ന പേര് ഏതാണ്? കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് നോൺ ആസ് അഡിഷൻ പോളിമേഴ്സ്. അഡിഷൻ പോളിമേഴ്സ് ഇതിന്റെ പ്രത്യേകത എന്താണ്? ദേ ഒബ്റ്റെയിൻ ബൈ റിപ്പീറ്റഡ് അഡിഷൻ ഓഫ് മോണോമേഴ്സ്. മോണോമേഴ്സിനെ ഇങ്ങനെ അഡിഷൻ ചെയ്ത് കിട്ടുന്ന പോളിമേഴ്സിനെയാണ് അഡിഷൻ പോളിമേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. കണ്ടൻസേഷൻ പോളിമേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്ത മോണോമേഴ്സ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. മാത്രമല്ല ഇത് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് പോളിമർ ഉണ്ടാവുന്നതിന്റെ കൂടെ സിമ്പിൾ മോളിക്യൂൾസും കൂടി പ്രൊട്ടക്റ്റ് ആയിട്ട് ഉണ്ടാവും. നോക്കണേ, എന്താണ്? ഡിഫറെന്റ് മോണോമേഴ്സ് കമ്പൈൻ ടുഗദർ അക്കമ്പനീഡ് ബൈ റിമൂവൽ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ്. എന്താണ്? അവർ കമ്പൈൻ ചെയ്ത് പോളിമർ ആവുന്നതിന്റെ കൂടെ ആ വേറെ മോളിക്യൂൾ, സിമ്പിൾ വാട്ടർ മോളിക്യൂൾസ് പോലത്തെ സിമ്പിൾ മോളിക്യൂൾസും കൂടിയും ഫോം ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ആണ് നൈലോൺ 66. ഓക്കെ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിരിക്കുന്ന ടേബിൾ ആണ്. ഇതിലുള്ള യൂസസും മോണോമേഴ്സും പഠിക്കുക. നാച്ചുറൽ റബ്ബറും ഒർലോണും നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാനുണ്ട് കേട്ടോ. ഇത് രണ്ടും നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാനുള്ളതാണ്. അതേപോലെ നമ്മൾ ഇനിയിപ്പോൾ നൈലോണിലേക്കാണ് പോകുന്നത്. നൈലോൺ കണ്ടൻസേഷൻ പോളിമറിന്റെ ഒരു എക്സാമ്പിൾ ആണ് നൈലോൺ 66.
ശ്രദ്ധിക്കണേ, നൈലോൺ എന്ന് മാത്രം എഴുതരുത്. നൈലോൺ 66 എന്താണ്? കണ്ടൻസേഷൻ പോളിമറിന്റെ എക്സാമ്പിൾ ആണ്. നൈലോൺ 66 ഉണ്ടാവണമെങ്കിൽ വ്യത്യസ്ത മോണോമേഴ്സ് വേണമെന്ന് പറഞ്ഞില്ലേ? ആരൊക്കെയാണ് വ്യത്യസ്ത മോണോമേഴ്സ്? എഡിപ്പിക് ആസിഡ് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഹെക്സാമെത്തിലിൻ ഡൈഅമീൻ, ഏതാണ്? ഹെക്സാമെത്തിലിൻ ഡൈഅമീനും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നൈലോൺ 66 നമുക്ക് കിട്ടുന്നത്. അതിന്റെ കൂടെ സിമ്പിൾ മോളിക്യൂളായ വാട്ടർ മോളിക്യൂളും എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദിസ് റിയാക്ഷൻ യു ഹാവ് ടു ലേൺ. ചില ആളുകൾ വിചാരിക്കും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇറ്റ് ഈസ് കമ്പൽസറി. നിങ്ങൾ പഠിച്ചേ പറ്റൂ, വേറെ നിവൃത്തിയില്ല ഗൈസ്. ഓക്കെ, അപ്പൊ നൈലോൺ 66ന്റെ പ്രിപ്പറേഷൻ പഠിക്കാം കേട്ടോ. അഡിപ്പിക് ആസിഡ് ഏതാണ്? COOH CH2 COOH ആണ്. ഇനി നോക്കിക്കേ ഹെക്സാ ഡയമീൻ, നോക്കിക്കേ ഹെക്സാമെത്തിലിൻ ഡയമീന്റെ പ്രത്യേകത എന്താണ്? NH2 CH2 NH2 ആണ്. ഇവിടെ n നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ എടുക്കണം. അപ്പൊ ഇതിലുള്ള ഈ OHും ഇതിലുള്ള ഈ OHും ഇതിലുള്ള ഒരു ഹൈഡ്രജനും ഇതിലുള്ള ഒരു ഹൈഡ്രജനും ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്നിച്ചെഴുതുവാണ് ചെയ്യുന്നത് കേട്ടോ. ഇതോടുകൂടി നമ്മുടെ പോളിമറൈസേഷൻ കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ബേക്കലൈറ്റും അതുപോലെ തന്നെ പോളിസ്റ്ററും അവരുടെ മോണോമേഴ്സ് പഠിക്കണം. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, നമ്മളത് പഠിച്ച് സെറ്റ് ആക്കുക തന്നെ വേണം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് സം ഇമ്പോർട്ടൻറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സിലാണ്. 4 ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് മെഥനോളും എഥനോളുമാണ് കേട്ടോ. ഈ പറയുന്ന ആളുകളുടെ ഒക്കെ പ്രിപ്പറേഷനും പഠിക്കണം, യൂസസും പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് മെഥനോൾ പഠിക്കാം. മെഥനോൾ എന്ന് പറയുന്നത് വുഡ് സ്പിരിറ്റ് എന്നും അറിയപ്പെടാറുണ്ട്. മെഥനോൾ നമ്മൾ നിർമ്മിക്കുന്നത് ഇറ്റ് ഇസ് എ വെരി ഈസി മെത്തേഡ്. കാർബൺ മോണോക്സൈഡിനെ നമ്മൾ ഹൈഡ്രജനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? CH3OH എന്ന് പറയുന്ന മെഥനോൾ കിട്ടി. ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ഉൾപ്രേരകത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? കാർബൺ മോണോക്സൈഡിനെ ഹൈഡ്രജനുമായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? മെഥനോൾ കിട്ടുന്നു. മെഥനോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി പോയ്സണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ഇനി നോക്കിക്കേ, ഒരു കാർബൺ 3 1 4 ഹൈഡ്രജൻ. ഇവിടെ 2 ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ, 4 ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു 2 ഇട്ട് കൊടുക്കണം. ഒരു ഓക്സിജൻ. ദിസ് ഇക്വേഷൻ ഇറ്റ് ഈസ് ബാലൻസ്ഡ്. ഓക്കെ, ഇനി അടുത്തത് അതിന്റെ യൂസസ് അല്ലേ? മെഥനോൾ വാർണിഷ്, പെയിന്റ്, ഫോമിക് ആസിഡ്, ഫോമാൽഡിഹൈഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇനി മെഥനോൾ കഴിഞ്ഞു, നമ്മൾ ഇനി എഥനോളിലേക്കാണ്. എഥനോളിന്റെ പ്രിപ്പറേഷൻ വളരെ സിമ്പിൾ ആയിരുന്നു. എഥനോളിന്റെ പ്രിപ്പറേഷനിൽ നമുക്ക് 2 റിയാക്ഷൻസ് നമുക്ക് എഴുതാനുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഡൈല്യൂട്ടഡ് മൊലേസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈസ്റ്റ് ഉപയോഗിച്ച് ഫെർമെന്റേഷൻ നടത്തുകയാണ്. ശ്രദ്ധിക്കണേ, ഡൈല്യൂട്ടഡ് മൊലേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഷുഗർ കെയിനിൽ നിന്ന് വേണ്ട ഷുഗർ എല്ലാം എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ബാക്കിയുള്ള ചണ്ടിയില്ലേ, അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? വെള്ളം മിക്സ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ആക്കി മാറ്റുകയാണ്. ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഈസ്റ്റിലുള്ള 2 എൻസൈമുകളുണ്ട്. ഇൻവെർട്ടേസും ഉണ്ട്, എൻസൈമേസും ഉണ്ട്. ഈ എൻസൈമുകൾ റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എഥനോൾ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ പഞ്ചസാര, സൂക്രോസ്, ഫോർമുല C12H22O11 ആണ്. അതിനെ ഡൈല്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലേക്ക് ഞാൻ വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്തു. ഇനി ഫെർമെന്റേഷന് വേണ്ടി ഞാൻ ഈസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ആദ്യം ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ആരാണ്? ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം പ്രവർത്തിച്ചിട്ട് നമുക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടുന്നു. ഈ ഗ്ലൂക്കോസിലും ഫ്രക്ടോസിലേക്കും രണ്ടാമത്തെ എൻസൈമായ സൈമേസ് ആരാണ്? സൈമേസ് എന്ന് പറയുന്ന എൻസൈം പ്രവർത്തിച്ചിട്ട് അതിനെ എന്തായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിരുന്നു? എഥനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്തിരുന്നു. അവിടെ എഥനോൾ മാത്രമാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ല, എഥനോളിന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കറക്റ്റ് നോളജ് നമുക്ക് ഉണ്ടായിരിക്കണേ. ഇവിടെ എന്താണ്? ഫെർമെന്റേഷൻ വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് എഥനോൾ കിട്ടുന്നത്. ആ എഥനോളിന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രിപ്പറേഷൻ കഴിഞ്ഞു. അതിന്റെ യൂസസ് പഠിക്കണം. യൂസസ് എവിടെയാണത്? യൂസസ് ഇവിടെയാണ്. പവർ ആൽക്കഹോൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട്, മെഡിസിൻസ് നിർമ്മിക്കാൻ യൂസ് ചെയ്യാറുണ്ട്, സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, പെയിന്റ് നിർമ്മാണം, പ്രിസർവേറ്റീവ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ടേംസും കൂടി പഠിക്കാനുണ്ട് കേട്ടോ. 1 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. വാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാഷ് എന്ന് പറഞ്ഞാൽ 8 മുതൽ 10% വരെ അടങ്ങിയ എഥനോളിനെ വിളിക്കുന്ന പേരാണ് വാഷ്. ഇനി റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
95.6% എത്തനോളിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. അവിടെ ഒരു ചോദ്യം കൂടി ചോദിക്കും, എങ്ങനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ടാക്കുന്നത്? റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യണം. ആരെയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുന്നത്? വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? റെക്ടിഫൈഡ് സ്പിരിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇനി ഡീനേച്ചർഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീനേച്ചർഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഈ പറയുന്ന എത്തനോളിലേക്ക് പോയിസണസ് സബ്സ്റ്റൻസ് എന്തിനാണ് ഡീനേച്ചർഡ് സ്പിരിറ്റ് ആക്കി മാറ്റുന്നത് എന്ന് ചോദിക്കും. മിസ്യൂസ് നടക്കാതിരിക്കാൻ, ആളുകൾ അതെടുത്ത് കുടിക്കാതിരിക്കാൻ. എത്തനോൾ എന്ന് പറയുന്നത് ബിവറേജസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡ്രിങ്ക്സിനകത്തുള്ള സാധനമാണ് എത്തനോളിന്റെ മെയിൻ കമ്പോസിഷൻ അല്ലേ. അത് എടുത്ത് കൺസപ്ഷൻ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോയിസണസ് സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മെത്തനോൾ ഒരു പോയിസണസ് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ എത്തനോളിന്റെ കൂടെ മെത്തനോൾ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവരെ വിളിക്കുന്ന പേരെന്താണ്? മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? മെത്തിലേറ്റഡ് സ്പിരിറ്റ്. ഇനി 100% എത്തനോൾ ഉള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആബ്സല്യൂട്ട് ആൽക്കഹോൾ. എന്താണ്? ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാണ് വിളിക്കുന്നത്. പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ യൂസസിൽ പറഞ്ഞിടാം. പവർ ആൽക്കഹോൾ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നു. പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സല്യൂട്ട് 100% ആൽക്കഹോളും പെട്രോളും മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? പവർ ആൽക്കഹോൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടു? ഈ പറഞ്ഞ ആളുകളുടെ യൂസസും പ്രിപ്പറേഷനും കണ്ടു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കാർബോക്സിലിക് ആസിഡ് ഉള്ള ഒരേ ഒരാളെ മാത്രമേ പഠിക്കാനുള്ളൂ. ഇറ്റ് ഈസ് അബൌട്ട് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മെത്തനോളിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യാണ്. മെത്തനോൾ CH3OH ആണ്. ഇതിലേക്ക് കാർബൺ മോണോക്സൈഡിനെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഇവിടെയും നമുക്ക് ആരുടെ സഹായം വേണം? കാറ്റലിസ്റ്റിന്റെ സഹായം വേണം. കാറ്റലിസ്റ്റിന്റെ സഹായത്തോടു കൂടി എന്താക്കി മാറ്റുന്നു? CH3COOH ആക്കി മാറ്റുന്നു. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, 2 കാർബൺ 3 4 ഹൈഡ്രജൻ 3 4 ഹൈഡ്രജൻ 2 ഓക്സിജൻ 2 ഓക്സിജൻ. ഇറ്റ് ഇസ് എ ബാലൻസ്ഡ് ഇക്വേഷൻ. സോ ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. എത്തനോയിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെത്തനോളിന്റെ കൂടെ നമ്മൾ കാർബൺ മോണോക്സൈഡ് ട്രീറ്റ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എത്തനോയിക് ആസിഡ് നമുക്ക് കിട്ടി. പല ആളുകളും എത്തനോയിക് ആസിഡും എത്തനോളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എഴുതാറുണ്ട്. ഒരിക്കലും എഴുതരുതേ. ദിസ് ഇസ് ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോയിക് ആസിഡ്. യൂസസ് പറയുകയാണെങ്കിൽ വിനീഗർ, അസറ്റിക് ആൻഹൈഡ്രൈഡ്, അസറ്റേറ്റ് എസ്റ്റർ, ഡിസിൻഫെക്റ്റന്റ് ആയിട്ട്, പോളിമർ ഉണ്ടാക്കാൻ, റെസിൻസ് ഉണ്ടാക്കാൻ, മെഡിസിൻസ് ഉണ്ടാക്കാൻ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. നിർബന്ധമായിട്ടും യൂസസ് നിങ്ങൾ പഠിക്കണം. ഇതിന്റെ സ്ലൈഡ്സ് ഒക്കെ നമ്മുടെ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനി അടുത്തത് എസ്റ്ററിന്റെ പ്രിപ്പറേഷൻ ആണ്. എസ്റ്റർ നിർമ്മിക്കാൻ നമുക്ക് വേണ്ടത് ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും ആണ്. ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആരാണ്? എസ്റ്റർ ആണ്. ആ എസ്റ്ററിന് നല്ല ഫ്രൂട്ടി സ്മെല്ലായിരിക്കും. എസ്റ്റേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര പ്ലസന്റ് സ്മെല്ലാണ്, ഫ്രൂട്ടി സ്മെല്ലാണ്. സോ ഈ എസ്റ്റർ ഉണ്ടാക്കുന്ന റിയാക്ഷനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. എന്താണ് വിളിക്കുന്നത്? എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എങ്ങനെയാണ് ഒരു എസ്റ്റർ ഉണ്ടാക്കുന്നത്? അത് ഏത് എസ്റ്റർ ആണെങ്കിലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കൂടി മിക്സ് ചെയ്തിട്ടാണ്. നമുക്ക് പഠിക്കാനുള്ളത് ഈഥൈൽ എത്തനോവേറ്റിന്റെ പ്രിപ്പറേഷൻ ആണ്. ആരുടെയാണ്? ഈഥൈൽ എത്തനോവേറ്റിന്റെ പ്രിപ്പറേഷൻ ആണ്. ഈഥൈൽ എത്തനോവേറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആരാണ്? എത്തനോയിക് ആസിഡ്. എല്ലാവരും ശ്രദ്ധിക്കണേ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാണ്? എത്തനോയിക് ആസിഡിനെയും ഉപയോഗിക്കുന്നു. എത്തനോയിക് ആസിഡ് അല്ലെ, ആരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എത്തനോയിക് ആസിഡിനെയും ഉപയോഗിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ എത്തനോളിനെയും ഉപയോഗിക്കുന്നു. അപ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നത്? ഈഥൈൽ എത്തനോവേറ്റിനെ കിട്ടുന്നത്. എത്തനോയിക് ആസിഡും അതുപോലെ തന്നെ എത്തനോളും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈഥൈൽ എത്തനോവേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ കിട്ടുന്നു. ആ എസ്റ്ററിന്റെ കൂടെ നമുക്ക് എന്തും കിട്ടുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വാട്ടർ മോളിക്യൂളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വാട്ടർ മോളിക്യൂളും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. എസ്റ്റർ ആയിട്ട് മാറ്റുന്ന അല്ലെങ്കിൽ എസ്റ്റർ ഉണ്ടാക്കുന്ന റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. യൂസസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമ്മുടെ ഫുഡ്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഫ്ലേവേഴ്സ്, നമ്മുടെ സ്മെല്ലുള്ള നമുക്ക് സുഗന്ധം കിട്ടുന്ന പല സാധനങ്ങളുണ്ട് അല്ലേ. സ്പ്രേ ഉണ്ട്, പെർഫ്യൂം ഉണ്ട്, കോസ്മെറ്റിക്സ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ബനാന, ജാസ്മിൻ, ഓറഞ്ച്, പൈനാപ്പിൾ, ഇവരുടെ ഒക്കെ സ്മെല്ല് തരുന്ന എസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നും ആ എസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആൽക്കഹോളും ആസിഡും ഏതാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി എസ്റ്റേഴ്സ് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്ന സ്ട്രക്ചറിന്റെ ഉള്ളിൽ COO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ
ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എസ്റ്റർ. ഇവിടെ നോക്കിക്കേ COO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് പറയാം അതെന്താണ്, എസ്റ്ററിന്റെ ഉദാഹരണമാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി മെഡിസിൻസ് എന്ന് പറയുന്ന ലാസ്റ്റ് ടോപ്പിക് ആണ്. പിന്നെ എസ്റ്ററിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടേടാ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നിന്ന് ഈ OHും ഇതിൽ നിന്ന് ഈ ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ മോളിക്യൂൾ ആയിട്ട് മാറുന്നത് കേട്ടോ. നോക്കണേ, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം. CH3 COOHലുള്ള ഈ പറയുന്ന OHും ഈ പറയുന്ന CH3 CH2 OHലുള്ള ഈ OHും കൂടിയും കമ്പൈൻ ചെയ്തിട്ട് ഇത്രയും ആളുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ H2O എന്ന് പറയുന്ന വാട്ടർ മോളിക്യൂൾ കിട്ടുന്നത്. ഇനി ബാക്കിയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നിച്ചെഴുതുകയാണേ. CH3 COO, ഇവിടെ നോക്കാം, ഇവിടെ ഒരു O ഉണ്ട്, CH2 ഉണ്ട്, CH3 ഉണ്ട്. ഇതന്നെയല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്, സെയിം ആളല്ലേ? ഇറ്റ് ഇസ് നോൺ ആസ് ഈഥൈൽ എത്തനോയേറ്റ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വേറെ ഏതെങ്കിലും എക്സാമ്പിൾസ് തന്നാൽ കാർബോക്സിലിക് ആസിഡിന്റെ അകത്തുള്ള ഈ OHും ആൽക്കഹോളിലുള്ള അകത്തുള്ള Hഉം റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള ആളെ ഒന്നിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പ്രൊട്ടക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് മെഡിസിൻസ് ആണ്. ഈ വർഷം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടോപ്പിക് ആണ്. അനാൽജസിക് എന്ന് പറയുന്നത് നമ്മുടെ പെയിൻ റിലീവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. എക്സാമ്പിൾ പാരസ്റ്റമോളും ഉണ്ട്, അതുപോലെ തന്നെ ആസ്പിരിനും ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ പാരസ്റ്റമോൾ എന്നുള്ളത് ആ ടേബിൾ കാണില്ല, പക്ഷെ ടേബിളിൽ കണ്ടില്ലെങ്കിലും അവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ഇതിന്റെ എക്സാമ്പിൾസ് അതും കൂടി പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, പനി വരുമ്പോൾ നമ്മൾ കഴിക്കുന്നത് പാരസെറ്റമോൾ ആണല്ലേ. ഇനി അടുത്തത് നോക്കിക്കേ, ആന്റിസെപ്റ്റിക്സ് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഡെറ്റോള്, ഓക്കെ, ഡെറ്റോള് സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അവസാനത്തതാണ് ആന്റിബയോട്ടിക്. ആന്റിബയോട്ടിക്കിന്റെ എക്സാമ്പിൾ ആണ് പെൻസിലിൻ. എന്തിനാണ്, നമ്മുടെ ഇൻഫെഷ്യസ് മൈക്രോ ഓർഗാനിസത്തിനെ ഇല്ലാതെയാക്കാനും അവരുടെ ഗ്രോത്ത് നിർത്താനും വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ് ആന്റിബയോട്ടിക്സ്. അപ്പൊ ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് കുറച്ച് മെഡിസിൻസിന്റെ കാറ്റഗറി തരും, എക്സാമ്പിൾസ് തരും, അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻസ് വന്നിട്ട് മാച്ച് ചെയ്ത് എഴുതാനും ചോദിക്കാറുണ്ട്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. സോ എല്ലാ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യൂസസ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ സ്ലൈഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ സ്ലൈഡ് വെച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് പഠിക്കുക. ഓക്കെ, അപ്പൊ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് എഴുതി 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 നോക്കുക, ബാലൻസ് ചെയ്യാനുള്ളത് ബാലൻസ് ചെയ്ത് നോക്കുക. ഇത്ര മാത്രമേ ഈ ചാപ്റ്റർ പഠിക്കാനുള്ളൂ. ഇറ്റ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. സോ ഈ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Until then, bye bye.